അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു രാവിലത്തെ ചായയോടെയും തുടങ്ങി. രാവിലത്തെ നല്ല അടിച്ച ചായയും ബോണ്ട് ഹൈക്കോള് ഡ്യൂട്ടികളപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ നല്ല അടിച്ച ചായയും ഈ ബോണ്ട് കഴിക്കണം. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം വിഷമം. പിന്നെ യൂണിഫോം ഇട്ട് ഡ്യൂട്ടി കയറിയ പിന്നെ സമയം പോണതേ അറിയൂല. പിന്നെ നല്ല തിരക്കാണ്ട് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്ക്. പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറൊന്നുമില്ല, അതുകൊണ്ട് നേരെ ഷാജിക്കാൻ്റെ പോയി റവൽ മിൽക്ക് കുടിച്ചു. ഇതാകുമ്പോൾ വിശപ്പും കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറെ നാൾക്ക് ശേഷം കുടിച്ചോണ്ടാന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഉച്ചതിനെ പോയി മഴക്കാർ വന്നു. ഞാൻ വെച്ചാൽ നല്ല മഴ പെയ്യുന്നു വിചാരിച്ചു. എവിടാ ഇത്തിരി നേരം മഴക്കാർ ഇങ്ങനെ നിന്നിട്ട് കാറ്റത് എങ്ങാട്ടോ. വൈകിട്ട് നേരെ ജോയേട്ടൻ്റെ പോയി ചായയും ഒരു സവാളോടെ നല്ല ടേസ്റ്റ് ആണ്. നല്ല മുരിഞ്ഞ സവാളോടെ ചായ കുടിക്കണം. ചായക്കാണെങ്കിൽ 10 രൂപ, ബാക്കി എല്ലാ സ്ഥലത്തും 12 രൂപ. 12 hours ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ സൺറൈസും വൈകിട്ട് നല്ല സൺസെറ്റും കാണാം. സൺസെറ്റ് ഇപ്പൊ നല്ല രസമുണ്ടാകും. ലാസ്റ്റ് ട്രിപ്പ് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടാണ് ഞാൻ ഈ ഷിപ്പ് ഉണ്ടത്. എന്റെ പൊന്നോ എന്ത് വലിയ ഷിപ്പായിരുന്നു അറിയോ. അതിനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എങ്ങനെയും കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തണം. അപ്പോഴാണ് ടർഫിൽ കളിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവരും. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാനും ടർഫ് ബുക്ക് ചെയ്യാനൊക്കെ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ടർഫിലെത്തുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല. 7s കളിക്കുന്ന ടർഫിൽ അങ്ങനെ 5s കളിച്ച് 10 മിനിറ്റ് കളിച്ച് ഓടിയപ്പോൾ തന്നെ തളർന്ന് ഒടിഞ്ഞു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കളിക്കാൻ വരാന്ന് പറഞ്ഞ് പറ്റിച്ചോന്മാരൊക്കെ ഇവിടെ കാശ് തകഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ചില്ലറ 30 രൂപ 50 താഴെ എന്തെങ്കിലുമൊക്കെ ഇട്ട് സഹകരിക്കേണ്ടതാണ്. ഇവിടെ ഞങ്ങൾക്ക് പോകാനുള്ളതാണ്.